ഉറങ്ങിയോണ്ടുള്ള നങ്ങ എങ്ങനെയാ റമളാൻ ഉറങ്ങേണ്ടേ? സാമന്റെ ചീട്ടിത ഇത്ര ഉദ്ദുണ്ട് അല്ലേ? ഒരു വാറത്ത് നോമ്പ് സാമൻ കൊടുന്നിട്ട് സാമൻ ഒരു വാരത്തെ പെണ്ണിങ്ങലെ ചീട്ട് റെഡി ആയിട്ട് അരിബേന പന്തരബേന സോജിബേന പയറുബേന സാഗബേന പിന്നെ കായ്ക്കിട എണ്ണകെ കണ്ട 10-15 ലിറ്റർ കൊടുന്നെങ്കിൽ മെയ്യാവില്ല. എല്ലാം കായ്ക്കിട മേലേ നോമ്പ് ചൊല്ലത് ഒരു കായ്ക്കിട തിങ്കളായി പോയിട്ട് കാലി കായ്ച്ചിരുന്നല്ല നിങ്ങൾ നോമ്പ് ഇബാദത്തുകല്ല. എങ്ങനെയാ നോമ്പുക്ക് ഒരുങ്ങേണ്ടത് മുഅ്മിനീങ്ങളെ? നോമ്പുക്ക് എങ്ങനെ ഒരുങ്ങണായ നോമ്പുടെ നങ്ങ സ്വീകരിക്കടാൾമാർ സ്വഹാബത്തെല്ലാം നോമ്പുടെ സ്വീകരിച്ചത് എങ്ങനെയാ? താബിഈങ്ങള് തബഉ താബിഈങ്ങള് ഇമാമിങ്ങള് അങ്ങ് നോമ്പിനെ സ്വീകരിച്ചത് എങ്ങനെയാ? ഔത്തുക്ക് സാമന കൊടന്ന് വെച്ചിട്ടല്ല, സമൂസത്തെ ഇല കൊടന്ന് വെച്ചിട്ടല്ല, റോളാക്കിടതിരെ ഇല കൊണ്ടുവന്നിട്ടല്ല, അങ്ങനല്ല ഒരുങ്ങിയേ. പിന്നെ സ്വഹാബത്തുക്ക് റമളാനുക്ക് പ്രത്യേകമായിട്ട് ഉറങ്ങേണ്ട ആവശ്യവും ഇല്ല. കാരണം സ്വഹാബത്തുക്ക് അധികവും നോമ്പാണ്. നമുക്ക് നോമ്പ് റമളാൻ ഒരു തിങ്കള് മാത്രം നോമ്പല്ലേ? പക്ഷെ സ്വഹാബത്ത് അങ്ങനെയല്ല. സ്വഹാബത്ത് പട്ടിണി പാവങ്ങളാണ്. ജീവിതത്തെ അധിക സമയവും അധിക ദിവസങ്ങളും പട്ടിണി കിടന്ന് ജീവിച്ച സ്വഹാബത്താണ്. റസൂലുള്ളാഹി തങ്ങള് ശഅബാൻ തിങ്കളിലെ ചൊമ്മത്തെ നാളും നോമ്പ് നോക്കിയോണ്ട് ചൊന്നിട്ട് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പ്രതിപാദിക്കുന്നത് കാണാം. സ്വഹാബത്ത് പട്ടിണി പാവങ്ങളാണ്. ഒരുപാട് നാള് ബയത്ത് കല്ല് വെച്ച് കെട്ടിട്ട് ബയത്തിൽ പട്ടിണി കിടന്ന് ജീവിച്ച സ്വഹാബത്താണ്. ഇനി പട്ടിണിയല്ല, ഇനി നോമ്പില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും ഞങ്ങളെ പോലെ വയറുനൊറോട് തിന്നിറങ്ങിട്ടൊന്നുമില്ല. ഒരു ഈത്തപ്പലത്തെ ഒരു കാരക്കട കീറ് കൊണ്ടിട്ട ഒരു കാരക്കട 3 ഓതി വെച്ചിട്ട് അതിൽ നോമ്പ് തുറന്നിട്ട് അതിൽ അത്താളം കൊണ്ടിട്ട് അതിൽ മുത്താളം തിന്നിട്ട് ജീവിച്ച സ്വഹാബത്താനങ്ങ. ഞങ്ങളെ പോലെയല്ല. ഞങ്ങൾക്ക് റമളാൻ സുബ്ഹാനല്ലാഹ് ഞങ്ങൾക്ക് തിന്നര് നിങ്ങൾ അല്ലെ 13 ഗണ്ട പട്ടിണി കിടന്നെങ്കിൽ ബാക്കി 11 ഗണ്ട വയറെന്ന് കിടന്നെങ്കിൽ അങ്ങനല്ല. റമളാന് ഒരുങ്ങണന്നങ്ങ, റമളാന്റെ സ്വീകരിക്കണന്നങ്ങ. മർഹബ റമളാൻ സ്റ്റാറ്റസ് എല്ലാം ഇല്ലേ നങ്ങ? എന്തെല്ലാം സ്റ്റാറ്റസ് ഇട്ടതാ? എങ്ങനെയാ റമളാൻ ഒരുങ്ങണായ? എന്റെ പരിശുദ്ധ മുഅ്മിനീങ്ങളെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ഡബ്ബി വന്നര് നല്ലോണം സഹായിക്കണോ, സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെയാ റമളാൻ ഒരുങ്ങണായേ? ഖൽബ് ശുദ്ധിയാക്കിയിട്ട്, മനസ്സ് ശുദ്ധിയാക്കിയിട്ട്, കൈ ശുദ്ധിയാക്കി ഔത്തുക്ക് സാമന കൊണ്ടുവരണ്ടാണ്ടല്ല പട്ടിണി എടുക്കുന്നുണ്ടല്ല. എന്നാലും അതിര് കാണ്ടി യാറ നിങ്ങൾ ഒരുങ്ങണായേ? നിങ്ങളെ ഖൽബ് ശുദ്ധിയാക്കിയിട്ടാണ്. ഞങ്ങളെ കൈ, ഞങ്ങളെ കണ്ണ്, ഞങ്ങളെ കാത്, ഞങ്ങളെ കാല്, ഞങ്ങളെ ബായി, അതാണ്. എന്താണ് റമളാനിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ചൊന്നെ? കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. എന്തുകാണ് മുസ്ലിമേ, എന്തുകാണ് മുഅ്മിനേ, നിക്ക് നോമ്പല്ല ഫർളാക്കിരേ. നിന്റെ മുന്നോല് കഴിഞ്ഞു പോയ സമുദായത്തുക റസൂലുള്ളാഹി തങ്ങളുടെ മുന്നോല് വന്ന് ദേവിമാറുകൊല്ലത് പോലെ ഞങ്ങൾക്ക് നോമ്പ് ഫർളാക്കപ്പെടുകയില്ല. കാരണം എന്താണ്? ലഅല്ലകും തത്തഖൂൻ. തഖ്വയുള്ള ആൾമാരാവുകയായിട്ടാണ്, അല്ലാഹുവെ പേടിച്ച് ജീവിക്കട ആൾമാരാവുകയായിട്ടാണ്, അല്ലാഹുവെ പേടിച്ച് ജീവിക്കട വർഗമാവുകയായിട്ടാണ്. കേക്കട്ടാണ്. 45 വർഷായില്ല, 50 വർഷായില്ല, 65 വർഷായില്ല. എത്ര റമളാനാണ് ഞങ്ങൾ നിന്നിട്ട് കഴിഞ്ഞു പോയേ? എത്ര റമളാനാണ് ഞങ്ങൾക്ക് വന്നിട്ട് തിരിഞ്ഞു പോയേ? പക്ഷേ ഒരു റമളാനിലും ഞങ്ങൾക്ക് തഖ്വയില്ല, അല്ലാഹുവെ കുറിച്ചിട്ടുള്ള പേടിയില്ല. റമളാൻ പേടിക്കുകൊല്ല തിങ്കളാണ്. റബ്ബടൊന്ന് പേടിച്ചിട്ട് അല്ലാഹുവൊന്ന് തഖ്വ ചെയ്യുകൊല്ല തിങ്കളാണ് വിശുദ്ധമായ റമളാൻ. എങ്ങനെയാണ് റബ്ബുക്ക് തഖ്വ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അല്ലാഹുവെ പേടിക്കേണ്ടത്? ഖൽബ് കൊണ്ട് പേടിക്കണം, കണ്ണുകൊണ്ട് പേടിക്കണോ, കാതുകൊണ്ട് പേടിക്കണോ, നാവ് കൊണ്ട് പേടിക്കണോ,
ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ ചൊല്ലിയ ഗ്രന്ഥത്തിൽ ചൊല്ലുന്നത് കാണാ, നോമ്പും ചൊല്ലിയത് തൊണ്ടകും ബയത്തുക മാത്രമല്ല. അങ്ങനെ ഉണ്ട് ചില ആൾമാരല്ലേ, നോമ്പ് പിടിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് താകായിട്ട് ദാഹിച്ചിട്ട് അവസാനായിട്ട് നോമ്പ് പിടിക്കണം. അതല്ല നോമ്പ്. നോമ്പുണ്ട് ചൊന്നെങ്കില് പിന്നെ നിന്റെ ബായിലൊരു ഹറാമ് വന്നു പോണു തീറ, നിന്റെ കണ്ണിലൊരു ഹറാമ് കണ്ടുപോണു തീറ, നിന്റെ കാതിലൊരു ഹറാമ് നീ കേൾക്കുക തീറ, നിന്റെ കൽബിലൊരു ഹറാമ് ചിന്തിക്കുക തീറ. അതാണ് നോമ്പ്. നിന്റെ ഭയത്തുക മാത്രമല്ല നോമ്പ, നിന്റെ കണ്ണുകും നോമ്പാവനു, നിന്റെ കാതുകും നോമ്പാവനു, നിന്റെ ശരീരത്തെ എല്ലാ ഭാഗത്തുകും നോമ്പാവനു. നിന്റെ വിർസത്തെ ഉമ്മ അല്ലാഹുവിന്റെ റസൂലാ ചൊല്ലുടെ മയ്യദഉ ഖൗലസ്സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. നോമ്പ് പിടിച്ചിട്ടും ഒരാള് ഹറാമ് പലക പറയിടത് നിപ്പാട്ടില്ലെങ്കിലാ, നോമ്പ് പിടിച്ചിട്ടും ഒരാള് ഹറാമ് നോക്കുന്നത് നിപ്പാട്ടില്ലെങ്കിലാ, പരിശുദ്ധമായ നോമ്പ് പിടിച്ചിട്ടും ഒരാള് ഹറാമുടെ പിറകില് പോണ്ടത് നിപ്പാട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, നീന് തിന്നാണ്ട് തെക്കിടതല, നീന് കുടിക്കാണ്ട് തെക്കിടതല അല്ലാഹുവിന് ആവശ്യവുമില്ല. 13 ഗಂಟೆയല്ല 16 ഗಂಟം നീ പട്ടിണി തെച്ചിട്ടും അല്ലാഹുവിന് നിന്റെ നോമ്പ് കൊണ്ട് ഒരു കാര്യവുമില്ല. നിന്റെ കണ്ണുകും നോമ്പാവനോ, നിന്റെ കാതുകും നോമ്പാവനോ, നിന്റെ നാവുകും നോമ്പാവനോ, നിന്റെ കാലുകും നോമ്പാവനോ. അതല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിലാ രണ്ട് സഹോദരിമാർ നോമ്പ് പിടിച്ചറാ, വല്ലാത്ത നോമ്പാണത്. അങ്ങനെ നോമ്പ് പിടിച്ചിട്ട് അസറ് സമയമാകുമ്പത്തുക പട്ടിണിയായിട്ട് വയറ് പൈച്ചിട്ട് താകായിട്ട് സതിക്കുകയോണ്ടില്ല. ഇനി നോമ്പ് പുട്ടില്ലാണ്ട് കണ്ടെങ്കിൽ അങ്ങ് മരിച്ചു പോവാറ് ആ അവസ്ഥക്കെത്തിയറാ. വല്ലാത്ത കഠിനമായ നോമ്പാണ്, ഭയങ്കര കാഠിന്യമുള്ള നോമ്പാണ്. അങ്ങനെ ആ അവസാനത്തേക്ക് എത്തിയപ്പാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തുക സ്വഹാബത്ത് കടന്നു വന്നർ നബിയേ. രണ്ട് പെണ്ണുങ്ങളെ രണ്ട് സഹോദരിമാർ നോമ്പ് പിടിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് ദാഹിച്ചിട്ട് അങ്ങ് മരിക്കുക മുട്ടായിടർ നബിയേ, അങ്ങ് നോമ്പ് തുറക്കട്ട. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, ആ സഹോദരിമാരെ ബിൽപാട്ടിൽ രണ്ട് പാത്രം കൊടുക്കുറങ്ങ്, രണ്ട് എട കൊടുക്കുറങ്ങല കയ്യില്. അങ്ങനെ എട കൊടുത്തോ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു, നിങ്ങൾ കാറുണ്ട്. എവിടെ കാറ്? എന്ത് തിന്നിട്ടിന്നെങ്കിലേ കാറല്ലേ ഇത്? ജാവ് അത്താളമുണ്ടതല്ലേ എന്നെ കാരെങ്കി ഇറങ്ങോടല്ലേ പുറത്ത് പേറും. റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു, നിങ്ങൾ കാറൊരു തൊണ്ടേ കാറ് വന്നില്ലെങ്കിൽ തൊണ്ടേ കൈയിട്ടെങ്കിലും കാറോ നിങ്ങ. അങ്ങനെ സഹോദരിമാര് കാറുക തുടങ്ങിടർ. സുബ്ഹാനല്ലാഹ്, മാംസ കഷ്ണവും എർച്ചിര രക്തപ്പിണ്ടവുമാണ് കാറുക തുടങ്ങടേ. ചോരയുടെ ഗിട്ടയാണങ്ങ കാറുക തുടങ്ങടേ. മാംസം കഷ്ണമാണങ്ങ കാറുക തുടങ്ങടേ. ഏതുവരേക്കും കാരിയര അങ്ങ് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത് ആ പാത്രം പോലും നിറഞ്ഞു പോയിത്ത അത്രക്കും കാരിയര്. റസൂലുള്ളാഹി തങ്ങള് സ്വഹാബത്തിന്റെ കേട്ട് വിളിച്ചു ചൊല്ലു, സ്വഹാബ കണ്ടെത്താങ്ങ കാരിയെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, അങ്ങ് തിണ്ടരേ, അങ്ങ് നോമ്പ് പിടിച്ചിരേ ഹലാലായ ഭക്ഷണം കൊണ്ടാണ്. അങ്ങ് നോമ്പ് പിടിച്ചിരേ അല്ല കൊടുത്ത ഹലാലായ ഭക്ഷണത്തിൽ നിന്നാണ്. പക്ഷേ അങ്ങ് നോമ്പ് മുറിച്ചിരേ, അങ്ങനെ നോമ്പിടെ ബാത്തിലാക്കിടേ ഹറാമിൽ നിന്നാണ്. എന്താ ഈ രക്തകഷ്ണവും ഈ അർച്ചിരകിട്ടയും ഈ ചോരകിട്ടയും എന്താണ്? ആൽമാരെ കുറിച്ചിട്ട് ചൊന്ന ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും ദുനിയാവിലുള്ള എല്ലാ ആൽമാരെ എണ്ണിപ്പാടിയതാ.
ഇത് നോമ്പ് പിടിച്ചിട്ട് ഞങ്ങൾക്ക് സംഭവിക്കട സാധാരണ ചില സംഭവങ്ങളാണ്. ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ട് സ്വറപുട്ട് വേഗ വരുക, 3 ഗಂಟೆಗೆ ഡ്യൂട്ടി ക്ലോസ്, 3 ಗಂಟೆ വന്നിട്ട് അസർ നിസ്കരിച്ച് തുടങ്ങുക. അങ്ങാടി സൈഡിലും പല്ലിടെ തിറ്റലും മൂടം തെച്ചിട്ട് റായത്തെ എല്ലാരെ കുറിച്ചിട്ടും എണ്ണിപ്പാടുറേ, കമ്മിറ്റങ്ങളെ എണ്ണിപ്പാടുറേ, ഉസ്താദുമാരെ കുറിച്ചിട്ട് വേണ്ടാത്തത് ചൊല്ലേ, റായത്താൽമാരെ കുറിച്ചിട്ട് വേണ്ടാത്തത് ചൊല്ലേ, രാജകീയത്തെ പളക പറയിടേ, സംഘടനയെ കുറിച്ചിട്ട് ഇതെല്ലാം ഞങ്ങളെ ഡ്യൂട്ടിയാ. അതൊരിക്കലും തീരാമോ മീനിങ്ങളെ? ഞങ്ങളെ നോമ്പുടെ പോലും ഫസാദാക്കി പോണ്ട കാര്യങ്ങളാണ് അതൊക്കെയും. ചോറുണ്ടെങ്കിൽ മാത്രമല്ല, തന്നി കുടിച്ചെങ്കിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ടും ഞങ്ങൾ നോമ്പ് ഫസാദായി പോവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോമ്പ് അതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തഖ്വ ചെയ്യുകയുള്ള വലിയ ഒരു അമല. അതുകൊണ്ടാണ് നോമ്പുകാരക അല്ലാഹു തആല വേനായിട്ട് തയ്യാറാക്കി വെച്ച ഒരു സ്വർഗ്ഗം. റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലില്ലേ, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ. ആൽച്ചന കുറമുമിനിങ്ങളെ, അല്ലാഹു തആല സ്വർഗ്ഗത്തിലൊരു ബായിൽ വെച്ചിറ റയ്യാൻ ചൊല്ലിയ ബായിൽ ഒരു സ്വർഗ്ഗം. സ്വർഗ്ഗത്തിലൊരു ബായിലുണ്ട്, ആ ബായിലെ പേര് ബാബുർ റയ്യാൻ. എന്താണ് ആ ബാബുർ റയ്യാന്റെ മഹത്വം? എന്താണ്? യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ. നോമ്പ് പിടിച്ച ആളുമാരെ മാത്രം കടക്കുള്ള ഒരു ബായിലാണത്. നിസ്കരിച്ചവനുകല്ല, ഖുർആന മാത്രം ഓതിയവനുകല്ല, ഒരുപാട് നന്മകൾ ചെയ്തവനുകല്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ആളുമാറുകല്ല, നോമ്പ് പിടിച്ച ആളുമാറുക മാത്രമായിട്ടുള്ള ഒരു സ്വർഗത്തിലെ ബായിലാണ്. ആ ബായിലുകുള്ള പേരാണ് ബാബുർ റയ്യാൻ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലോട്, ലാ യദ്ഖുലു അഹദുൻ ഗൈറുഹും. ഒരാളും ആ ബായിലൂടെ നോമ്പ് പിടിച്ച ആളുമാരല്ലാണ്ട് ഒരാളും അതിൽ കടക്കുക അവകാശമില്ല. നാളെ മഹ്ശറ ലോകത്തില് സ്വർഗത്തെ കവാടത്തെ മുട്ട നിന്നിട്ട അല്ലാഹുടെ മലക്കുങ്ങ കേക്കുവർ, അയിന സ്വായിമൂന അയിന സ്വായിമൂന. നോമ്പ് പിടിച്ച ആളുമാരവിടെ? അറസ്ഥാന ജമാഅത്തല നോമ്പ് പിടിച്ച ആളവിടെ? മലക്കുങ്ങ ഇങ്ങനെ തേടി നടക്കുമ്പത്തുകോ ഫയഖൂമൂന. ആ മഹ്ശറ ലോകത്തില ഒരു വിഭാഗം ആളുമാരണിച്ച് നിൽക്കുമാറ് ഞങ്ങൾ നോമ്പ് പിടിച്ച ആളുമാറാണ്. ഞങ്ങൾ അല്ലാഹുവിനായിട്ട് പട്ടിണി തെച്ച ആളുമാറാണ്. വിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് അതിനെ സ്വീകരിക്കേണ്ട രൂപത്തില സ്വീകരിച്ചിട്ട് ഇബാദത്ത് ചെയ്യേണ്ട രൂപത്തിൽ ഇബാദത്ത് ചെയ്തിട്ട് അല്ലാഹുവു മടങ്ങേണ്ട രൂപത്തിൽ മടങ്ങിട്ട് അല്ലാഹുവു തഖ്വ ചെയ്യേണ്ട രൂപത്തിൽ തഖ്വ ചെയ്തിട്ട് വിശുദ്ധ റമളാനിനെ സ്വീകരിച്ച ആളുമാറാണ്. അങ്ങനെ ആ ആളുമാരെ വിളിച്ചിട്ട് മലക്കുങ്ങ ചൊല്ലുവര, മനുഷ്യ ഈ ബാബുർ റയ്യാൻ ചൊല്ലുടെ ബായിൽ കാണ്ടല്ലേ, ആ ബായിലൂടെ സ്വർഗത്തുക കടക്ക് മനുഷ്യ. അങ്ങനെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഒരുപാട് മുഖപ്രസന്നതയോടുകൂടെ നോമ്പ് പിടിച്ചാൽ ആ ബായിൽ കടക്കുമ്പത്തുകോ ഫൈദാ ദഖലോ ഓലിക്കാ. നോമ്പ് പിടിച്ച ആളുമാറുക മാത്രം അതിൽ കടക്കുകൊല്ല പെർമിഷനാണ്. അങ്ങനെ നോമ്പ് പിടിച്ച ആളുമാറ് കടക്കലോടുകൂടെ അല്ലാഹുവിന്റെ മലക്കുകള് പിന്നെ ആ ബായിൽ വരാലുകം പ്രവേശനമില്ല. പിന്നെ ആ ഡോറങ്ങ് ക്ലോസ് ആവടോ മാത്രമല്ല, ഫലം യുദ്ഖലു മിൻഹു അഹദൻ. പിന്നെ ഒരാളും കടക്കുക അവകാശമില്ല. നോമ്പ് പിടിച്ച ആളുമാറുക മാത്രമായിട്ട് അല്ല തയ്യാറാക്കി വെച്ച ബറുബായിലാണ് ബാബുർ റയ്യാൻ. അല്ലാഹ്
പാപികളായ ഞങ്ങൾക്കും ആ പായിലൂടെ സ്വർഗത്തില കടക്കുക അവകാശമുണ്ടാക്കി തരണേ അല്ലാ. വെറുതെ നോമ്പ് പിടിച്ചെങ്ങ മെയ്യാവല നാണും ചൊല്ലുവനാ നോമ്പ് പിടിച്ചവണോ മലക്കങ്ങ ചൊല്ലുവർ നീതേ നിന്റെ നോമ്പല്ല. കുസിവിടണ്ട, ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ടില്ലേ, ഞങ്ങൾക്കും ബാബു റയ്യാനിലെ സ്വർഗത്ത് പോകാ, അത് ചാൻസ് ഇല്ല. മലക്കിനെ സെലക്ട് ആക്കടാ കൊണ്ട് നോമ്പ് പാസ് നീ ഓണോ നിന്റേതായിട്ടുള്ള ദൈവയുടെ നാണും ചൊല്ലുവ നാ നോമ്പ് പിടിച്ചോണോ, ഞാൻ ഒരുപാട് വർഷം നോമ്പ് പിടിച്ചോണോ, ഞാൻ സ്വർഗത്തുക പോണ്ടേ ഇല്ല, അങ്ങനെ പോണുകാവില്ല. കാരണം നോമ്പാവനോ റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. അറസ്ഥാന ജമാഅത്തിലെ എല്ലാരും നോമ്പ് പിടിക്കിടാറാ. ഞങ്ങളെ പിരിസത്ത ബാലക്കാർക്കും നോമ്പോ, ഞങ്ങളെ വയസ്സായ ബാപ്പകും നോമ്പോ, ചില്ലറ ചെറിയ മക്കൾക്കും നോമ്പ്, എല്ലാവർക്കും നോമ്പാണ്. പക്ഷേ ആ നോമ്പൊന്നും നോമ്പല്ല. എത്ര വർഷമായിട്ട്? 25 വർഷമായിട്ട് നോമ്പ് പിടിക്ക തുടങ്ങിട്ട്. നാളെ മഹ്ശറാ ലോകത്തില് അള്ളാന്റെ മലക്കുകൾ ചൊല്ലേ നിന്റേത് നോമ്പല്ല, നീ ദൈവവിടെ നിക്ക് എനിക്കുകായിട്ടില്ലേ. പിന്നെ എങ്ങനെയാ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ല് റുബ്ബ സ്വായിമിൻ എത്ര നോമ്പ് നോക്കുടാ ആളുമാർ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. അങ്ങനെ നോമ്പുലങ്ക് ദാഹമല്ലാണ്ട് പസിയല്ലാണ്ട് പയറ് പട്ടിണിയായതല്ലാണ്ട് അങ്ങനെ നോമ്പല്ല. നോമ്പാവണെങ്കെന്താക്കണോ? പ്രവാചകന്മാര് പിടിച്ച നോമ്പുണ്ടല്ലേ, സ്വഹാബത്ത് പിടിച്ച നോമ്പുണ്ടല്ലേ, താബിഈങ്ങള് പിടിച്ച നോമ്പുണ്ടല്ലേ. അങ്ങ പിടിച്ച നോമ്പ് പോലോത്ത നോമ്പാവനെങ്കിൽ എന്താക്കണം മുസ്ലിമേ? അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലടോ ഹറാമെടുത്തൊട്ടു നിന്റെ കണ്ണട സൂക്ഷിക്കണോ, ഹറാമെടുത്തൊട്ടു നിന്റെ കാതര സൂക്ഷിക്കണോ. പിന്നെ ചില ആൾമാരുള്ളറ ഗീബത്ത് ചൊല്ലുടെ പോയിട്ട് അങ്ങാരുടെ വായിൽ പോയിട്ട് ദയിക്കുവറാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘത്തോടെ പോയിട്ട് ഇങ്ങനെ ദയിക്കുവറാ. ആൾമാറ് ചൊല്ലുടതെല്ലാം ഇങ്ങനെ കാതു കൊടുക്കുവറ, ഒന്നും പലക പറയല അങ്ങനെ തിരിച്ചു വരുവറാ. ഔനുകും ഗീബത്ത് ചൊന്നവനുകും ഗീബത്ത് ചൊല്ലുടതരെ കേട്ടവനും സവാഉൻ ശരീകാന ഫിൽ ഇസ്മ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുട ജണ്ടാലും ഒരുപോലെയാ. ചൊന്നവനും ഗീബത്ത് ചൊന്നതര കാതു കൊടുത്തവനും ജണ്ടാലും ദോഷത്തിൽ ഒരുപോലെയാണ്. ഔണുക്ക് കിട്ട അതേ ദോഷമാണ്, ഔണുക്ക് കിട്ട അതേ ശിക്ഷയാണ്. അത് കാതു കൊടുത്തവണുക്ക് കിട്ട ചൊന്നിട്ടു ഹബീബായ റസൂലുള്ളാഹ്. ഞങ്ങളെ നോമ്പ് അങ്ങനെയാ. ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ട് എത്ര ആളെ ഗീബത്ത് ചൊല്ലുടാ, എത്ര ആളെ നമീമത്ത് ചൊല്ലുടാ, എത്ര ആളുടെ ഫിത്ന ഫസാദ് ഉണ്ടാക്കടാ. പ്രത്യേകിച്ചിട്ട് എന്റെ സഹോദരിമാർ നോമ്പ് പിടിച്ചിട്ട് പിന്നെ വലിയ ഡ്യൂട്ടി ഒന്നുമില്ല. 10 പോണെന്ന് കണ്ടാകുമ്പോൾ അടിച്ചിട്ട് ഒത്തടാക്കിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇടകൊന്ന് കളിക്കിട്ട് എല്ലാം മൈത്ത് പിന്നെ ഇതേ സ്വറ വീടി കെട്ടുമ്പോഴത്തേക്കാവട്ടെ പിന്നെ ഇന്നിലായിട്ട് എന്തെങ്കിലും ഒന്ന് എണ്ണിപ്പാടാം. അതാണ് റസൂലുള്ളാഹി തങ്ങൾ ചൊന്ന റുബ്ബ സ്വായിമിൻ. എത്ര നോമ്പ് നോക്കിട്ട് ആൾമാർ പട്ടിണി കിടന്നിട്ടില്ലേ? 13 ഗണ്ടയാണ് എന്റെ വയറ് പട്ടിണിയാക്കി കിടന്നങ്ങ. സൂര്യ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കിടപെടുത്തോളം പട്ടിണി കിടക്കിടന്നങ്ങ. പക്ഷേ ഞങ്ങളെ നോമ്പാവില്ല. എത്ര ബേജാറാവും നിങ്ങളെ. നാളെ റബ്ബുടെ കോടതിക്ക് പോയിട്ട് അള്ളാന്റെ മലക്കങ്ങളെ ഒരു വിഭാഗം ആളുമാരെ നോമ്പുകാരെ എവിടെ ചൊല്ലുമ്പത്തുക ഞങ്ങളെല്ലാം മിണിച്ചു നിക്കടാ. മലക്കങ്ങ ചൊല്ലറില്ല, ആ ലിസ്റ്റില് നിന്റെ പേരില്ല, നീ ഇല്ല നാ നോമ്പ് പിടിച്ചിരാ. തർക്കാക്കുകയില്ലല്ലേ, തർക്കാക്കുക അവകാശമേ ഇല്ലല്ലോ ഇവിടെ. കാരണം ഞങ്ങളല്ല പലക പറയുടെ. നാളെ റബ്ബുടെ കോടതിയില് ഞങ്ങൾക്ക് പലക പറയുകയില്ല, ഒരു സ്വാതന്ത്ര്യവുമില്ല. വലിയ നാവുല് വലിയ പലക പറഞ്ഞ ആളാണ്. റായത്തെ എത്രമാ പഞ്ചായത്തിക്ക് തീർത്ത ആളാണ്. വലിയ പ്രഭാഷകനാണ്. ഒരുപാട് വാള് ചൊന്ന മനുഷ്യനാണ്. ഒരുപാട് ഖുർആൻ ഓതിയ ആളാണ്. പക്ഷേ നാളെ റബ്ബുടെ കോടതിയില് ഒരാൾക്കും ഉണ്ടോ സ്വാതന്ത്ര്യം ഇല്ല.
അവിടെ ആരാ പലക പറയുന്നു? അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു തആല എല്ലാരെ ബായിയും സീല ബൈക്കിടർനാല് കൈ പലക പറയൂ, കാല സാക്ഷി നിൽക്കൂ. നമുക്ക് പലക പറയുകയുള്ള സ്വാതന്ത്ര്യമില്ല. ആ സന്ദർഭത്തിലാണ് 45 വർഷം 50 വർഷം നോമ്പ് പിടിച്ച ഞങ്ങളെ അള്ളാന്റെ റഹ്മത്തര മലായികങ്ങളെ ചൊല്ല നിങ്ങൾ ദീക്കറു, നിങ്ങളത് നോമ്പല്ല, നിങ്ങൾ പട്ടിണി ദീച്ചിര മാത്രം. എത്ര ബേജാറാവും. സ്വബൈര പിടിച്ചിട്ട് അസുറത്തോലം, സ്വബൈര പിടിച്ചിട്ട് അസുറ് വരേക്കും ഞങ്ങൾ തോട്ടത്തിൽ പോയിട്ട് നയിച്ച, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു തിങ്കൾ നിങ്ങൾ ഡ്യൂട്ടി എടുത്ത, ഒരു തിങ്കൾ നയിച്ചിര ജാവും പോലും ഊണും ഉറക്കില്ലാണ്ട് ഒരു തിങ്കൾ നയിച്ച, ആ ഒരു തിങ്കൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ സാലറി കേൾക്കുമ്പോഴത്തേക്കോ ശമ്പളം കേൾക്കുമ്പോഴത്തേക്കോ ഓണർ ചൊല്ല, നിന്റെ സ്വറായിട്ട് നിൽക്കുന്ന ശമ്പളം തണ്ടില്ല. എന്താക്കുക? അവന്റെ പെരടി അടിച്ചിട്ട് പൊട്ടുപാട്ടല്ലേ നിങ്ങൾ. നാളെ അള്ളാഹുവിടെ കോടതിയില് അള്ളാന്റെ മലക്കങ്ങൾ ചൊല്ല, നിങ്ങളത് നോമ്പല്ല, നിങ്ങൾക്ക് കൂലിയില്ല, നിങ്ങൾക്ക് റയ്യാൻ ചൊല്ല സ്വർഗയില്ല. എന്തുകൊണ്ടാണ് മുസ്ലിമേ ഞങ്ങളെ നോമ്പാവാണ്ടിക്കുള്ള കാരണമാറാണ്? ഞങ്ങളെ നിസ്കാരമല്ലാണ്ടാവുകയുള്ള കാരണക്കാരാണ്. അത് പിന്നൊരാളുടെ കാരണം കൊണ്ടല്ല, ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ചൊന്നെ, മൻ യദഉ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി അജാ. നോമ്പ് പിടിച്ചിട്ട് നിന്റെ നാവുക കടിഞ്ഞാണ് വിടില്ലാണ്ട് കണ്ടെങ്കിൽ, നിന്റെ കണ്ണട നീനെ സൂക്ഷിക്കില്ലാണ്ട് കണ്ടെങ്കിൽ, നിന്റെ കൽബിട നീ സൂക്ഷിക്കില്ലാണ്ട് കണ്ടെങ്കിൽ, നിന്റെ കാതുക നീനെ ബന്ധാക്കില്ലാണ്ട് കണ്ടെങ്കിൽ, നീ എത്ര വർഷം നോമ്പ് നോക്കിട്ടും അല്ലാഹു ആ നോമ്പ് കൊണ്ട് ഒരു കാര്യവുമില്ല. ചെയ്യുമാറാകട്ടെ. ഗുണകരമായി സാക്ഷി നിൽക്കടെ നോമ്പുകളുടെ കൂട്ടത്തില്, നിസ്കാരങ്ങളുടെ കൂട്ടത്തില് അല്ലാഹു തആല നിങ്ങളെ നോമ്പിടെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നോമ്പാവണമെങ്കിൽ എന്താക്കണം? ആ നോമ്പുടെ മാധുര്യം കിട്ടണം. നമുക്ക് ബിരിയാണി വിളമ്പി വെച്ചിരു ചോറിനൊക്കെ പോയ ചോറുണ്ട, പക്ഷേ ഉപ്പിട്ടിട്ടില്ല. ബിരിയാണിക മസാലക കബാബ് എന്താക്കിട്ടില്ല, ഉപ്പിട്ടിട്ടില്ല. ആ ചോറ് ചോറാവാ. അത് ബിരിയാണി ഇട്ടാൽ പേരല്ലാണ്ട് അത് ബിരിയാണി ഉണ്ടതുപോലെ ആവില്ലേ? നിങ്ങക്ക് ആവില്ലല്ലേ? നോമ്പും അതുപോലെയാ, നിസ്കാരവും അതുപോലെയാ. നിസ്കരിക്കുമ്പോഴത്തേക്ക് നിസ്കാരത്തെ മാധുര്യം അത് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കണം. നോമ്പുകൊണ്ട് ചൊല്ലുമ്പോഴത്തേക്കോ സുബൈ നിസ്കരിച്ചിട്ട് 12 ഗണ്ടത്തോളം ഉറക്ക ഒലിഞ്ഞ് പറഞ്ഞിട്ട് 12 ഗണ്ട അടിച്ചിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നിസ്കരിച്ചിട്ട് പാടം വറങ്ങിട്ട് അസർ കണിച്ചിട്ട് നിസ്കരിച്ചിട്ട് മഗ്രിബ് തോല കാത്തു വെച്ചിട്ട് വേണായതുപോലെ തിണ്ടിട്ട് അത് നോമ്പല്ല. നോമ്പുടെ മാധുര്യം അനുഭവിക്കണോ. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് ചൊല്ലുടെ നോമ്പുടെ മഹത്വമെങ്കാലും മനസ്സിലാക്കിയാൽ അല്ല നോമ്പുക തന്നെ പ്രതിഫലത്തെങ്കാലും തന്റെ സമുദായത്തിലെ മനുഷ്യന്മാർ മനസ്സിലാക്കിയാൽ കൊല്ലം മുഴുവനും വർഷം മുഴുവനും നോമ്പായി കിട്ടുകവേനായിട്ടങ്ങ് കൊതിച്ചു പോവത്തറ സ്വഹാബാ. അങ്ങ് ഒരു തിങ്കളത്തെ നോമ്പ് പോലും പാറമാവിടല്ലേ. ഈ നോമ്പെപ്പവർക്ക് തീന്ന് കിട്ട ചെന്നിട്ട് ഞങ്ങൾ ആഗ്രഹിക്കടല്ലേ. അള്ളാന്റെ റസൂലാണ് ചൊല്ലുടെ നോമ്പുടെ മഹത്വമെങ്കാലും മനസ്സിലാക്കിട്ടിന്നെങ്കില ഒരു വർഷം മുഴുവനും ഞങ്ങൾക്ക് നോമ്പേ ആവത്ത് ചെന്നിട്ടങ്ങ കൊതിച്ച് പോവത്തറ സ്വഹാബാ. ആരാണ് ചൊല്ലുടയത്? സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്ത് നോമ്പുടെ മാധുര്യം അനുഭവിച്ചിട്ടിന്നാറാ. അള്ളാന്റെ റസൂലുകൾ നോമ്പുടെ മാധുര്യം അനുഭവിച്ചിട്ടിന്താ. അതുകൊണ്ടാണ്
പ്രവാചകരും സ്വഹാബത്തും നോമ്പ് എപ്പോഴും ഉണ്ടാവണു ചൊന്നിട്ട് ദ്വാർന്നോണ്ടിന്നെ ഞങ്ങളെ പോലെ ഒരു വാരം മുന്നലല്ല സ്വഹാബത്ത് നോമ്പ് കുറയാറായിട ഞങ്ങ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ ചൊന്നിട്ട് ഞങ്ങ ഇപ്പ നോമ്പുട കാക്കടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല സ്വഹാബത്ത് 6 തിങ്കളക മുന്നലോ പരിശുദ്ധ റമളാനടെ സ്വീകരിക്കുക തയ്യാറെടുപ്പ് നടത്തിയോണ്ടിന്നറാ 6 തിങ്കളക മുന്നലോ റമളാന കടന്ന് പണ്ട് 6 തിങ്കളക മുന്നലോ സ്വഹാബത്ത് തയ്യാറായോണ്ടിന്നറ ഒരുങ്ങിയോണ്ടിന്നറ എന്തുക ഉമ്മ വിശുദ്ധ റമളാനടെ സ്വാഗതം ചെയ്യുക ഞങ്ങൾക്ക് 4 റമളാനാണെങ്കിലും ഇണ്ട് പോലും സ്വീകരിക്കുള്ള മനസ്സില്ല വന്നമല ನಾನು ഒരു ವಾರ ಲೇಟ್ ആവും ಬೇರಿക്കും മാത കണ്ടേ മച്ച നാളെ കലിമാത്ത ആവിടാൻ വിചാരിച്ച ഞങ്ങൾ അങ്ങനെയാ സ്വഹാബത്ത് അങ്ങനെയല്ല 6 തിങ്കളക മുന്നോല സ്വഹാബത്ത് വല്ലാത്ത സന്തോഷത്തിലാണ് സ്വഹാബത്ത് എന്തെന്നില്ലാത്ത ഉന്മേഷമാണ് നിസ്കാരത്തിലാവട്ടോ ഏതൊരു ഇബാദത്തിലാവട്ടോ സ്വഹാബത്ത് വല്ലാത്ത സന്തോഷമാണ് വല്ലാത്ത ആഹ്ലാദമാണ് കാരണം പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള പുണ്യങ്ങളുടെ മാസമായിട്ടുള്ള റമളാനാണ് കടന്ന് ബറകു തയ്യാറായിട്ടുള്ള ആ റമളാനോടൊന്ന് സ്വാഗതം ചെയ്യുകോ ഒന്ന് വരവേൽക്കുകോ ഒന്ന് മർഹബാക്കുക വെൽക്കമാക്കുക സ്വഹാബത്ത് കൊടികാലിൽ നിന്നോണ്ടിന്നറാ ഞങ്ങളെ ഈമാണെന്ന് ടാലിയാക്കി നോക്കറോ എന്താണ് ഞങ്ങളെ ഈമാൻ എന്താണ് ഞങ്ങളെ ഇസ്ലാം എന്താണ് ഞങ്ങളെ നോമ്പ് എന്താണ് ഞങ്ങളെ നിസ്കാരം എന്താണ് ഞങ്ങളെ ഖുർആൻ സ്വഹാബത്ത് ഖുർആൻ ഓതുമ്പത്തുക പോലും മക്കത്തെ കുഫാരിങ്ങളാ ഇസ്ലാമുടെ പരമശത്രുക്കള് പോലും സ്വഹാബത്തിന്റെ ഖുർആനുടെ ശ്രദ്ധിച്ച് കാതു കൊടുത്തോണ്ടിന്നറാ ഉക്കാല ചന്തയാണ് ശത്രുക്കൾ ഒരുമിച്ച് കൂടരെ മക്ക പ്രദേശത്തിലെ മദീനത്തെ ആളുകാരെല്ലാരും ഒരുമിച്ച് കൂടരെ വലിയ ഒരു സന്ധ്യയാണ് ഒരു വാർഷികമാണ് ഒരു ജാത്രയാണ് ഉക്കാല ചന്താണ്ട് ചൊല്ലത് ആ ഉക്കാല ചന്തല പോലും സ്വഹാബത്തെങ്കാലും ഖുർആന് പാരായണം ചെയ്താൽ ഇസ്ലാം സ്വീകരിക്കാതെ അല്ലാഹുവിന്റെ റസൂലെ കൊണ്ട് വിശ്വസിക്കാതെ പരിശുദ്ധ ഖുർആനായിട്ട് മൂജിസത്തായിട്ട് അംഗീകരിക്കാതെ മക്കത്തെ കുഫാരികൾ പോലും കട്ടുതെച്ചിട്ട് കാതു കൊടുത്ത ചരിത്രമില്ല സ്വഹാബത്തിന്റെ ഖുർആന് പാരായണം അങ്ങനെയായിട്ടിന്താ ഞങ്ങളെ ഖുർആന ഓത്തെന്താ അല്ലാഹുവിന്റെ റസൂലെ തലയുടെ മുടി ബൽത്ത് പോയിത്ത റസൂലുള്ളാഹി തങ്ങളുടെ തലക് നിരബാധിച്ച് പോയിത്ത എണ്ണപ്പെട്ട ചില മുടികൾ റസൂലുള്ളാഹി തങ്ങളുടെ തലയിൽ ബെൽത്ത് കണ്ടെത്ത സ്വഹാബത്ത് ചൊന്നർ നബിയേ അല്ലാഹുവിന്റെ റസൂലെ തലയുടെ മുടി പൽത്ത് തല്ല നബിയേ തല ബെൽക്കുക തുടങ്ങിത്തല്ല നബിയേ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുന്ന സ്വഹാബാ വയസ്സായത് കൊണ്ടല്ല ശയ്യബത്നി സൂറത്ത് ഹൂദ് സൂറത്താണ് നിന്റെ തലമുടി പൽക്കുക കാരണം സ്വഹാബാ ഫസ്തഖിം കമാ ഉമിർത ഹൂദ് സൂറത്തിലെ ഫസ്തഖിം കമാ ഉമിർത തങ്ങളൊട്ടിക്ക് അല്ലാഹ് എങ്ങനെയാണോ കൽപ്പിച്ചത് അതുപോലെ നിങ്ങൾ നിണ്ട് പോരണം അല്ലാഹുവിന്റെ കൽപ്പനക്ക് നിങ്ങൾ എതിര് പ്രവർത്തിക്കുക തീരാ ഒരണുമണി തൂക്കം പോലും നിങ്ങൾ എതിര് പ്രവർത്തിക്കുക തീരാൻ ചൊല്ല് ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ടാണ് നിന്റെ തലയുടെ മുടി പൽക്കുക കാരണം ചെന്നിട്ടു സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല തലയുടെ മുടി പൽത്തരെ
ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളെ എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിങ്ങൾ ജീവിക്കണം. ഞങ്ങളെ എന്തെല്ലാം കൽപ്പനയാ, എന്തെല്ലാം കൽപ്പനയാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ചൊന്നേ. ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പാലനാക്കിടമ നങ്ങ ചൊന്നെ ഖുർആൻ ഓതേണ്ട രൂപത്തിൽ ഓതാ, നിസ്കരിക്കേണ്ട രൂപത്തിൽ നിസ്കരിക്കാം, നോമ്പ് പിടിക്കേണ്ട രൂപത്തിൽ നോമ്പ് പിടിക്കാം. എന്നെങ്കിലേ നോമ്പ് നോമ്പാവും, നിസ്കാരം നിസ്കാരമാവും. അങ്ങനെയാവണം. അല്ലാഹു ആ വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു ചൊന്നല്ലേ, ഇദാ സുംത ഫല്യസും സംഉക, നീ നോമ്പ് നോക്കിയെങ്കിൽ നിന്റെ കാതുക നോമ്പാവണം, വബസറുക, നിന്റെ കണ്ണുക നോമ്പാവണം, വലിസാനുക, നിന്റെ നാവുക നോമ്പാവണം, അനിൽ കദിബി, എന്തിനെ തൊട്ട്, കളവുടെ തൊട്ട്, വൽ മഹാരിമി, ഹറാമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും. എന്നിട്ട് ചൊല്ലട്, വല്ലകുൻ അലൈക വഖാറും വസകീന, നോമ്പ് പിടിച്ചെങ്കിൽ നീ നല്ല അച്ചടക്കത്തിൽ വേണം. നിന്റെ കാണുമ്പത്ത് ഒരാൾ ഗൊന്താവണോ അവനക്ക് നോമ്പുണ്ട്. ഇന്റെ ആറ് നോമ്പ് പിടിച്ചവനാറ് നോമ്പ് പിടിക്കാത്തവനാറുണ്ട് ഗൊന്താവില്ല. നോമ്പ് പിടിച്ചെങ്കില് മുഖ കാണുമ്പോൾ നോമ്പുകാരനാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ ചൊന്നേ, നീ നോമ്പ് പിടിച്ചാണ്ട് കണ്ടെങ്കിൽ നീ ഒരാളെയും ശകാരിക്കുക പോണ്ട, ഒരാളെയും നീന് പറയുക പോവണ്ട എന്ന് നിക്ക് ഒരാള് പറഞ്ഞ അടിപിടി ആക്കിയ നിന്റെ ഗലാട്ടാക്കിയ, നീ ഉണ്ടാണ്ട് വെച്ചിട്ടുള്ള നിന്റെ ആളുകൾ ഒരാള് നിന്റെ വന്നിട്ട് വെറുതേക്കും ഗലാട്ടാക്കിയ, നീ തിരിച്ചിട്ട് ചൊല്ലനായ ഒരേ ഒരു പലക, ഇന്നീ സ്വായിമുൻ, ഇന്നീ സ്വായിമുൻ, നാണ് നോമ്പുകാരനാണ്, നക്ക് നോമുണ്ടുല, നിന്റെ ഗലാട്ടാക്കുകയും നിന്റെ പലക പറയുക നാണില്ല, നക്കിണ്ടു നോമ്പാണ്. അവന് ചൊല്ലുവ നക്കും നോമ്പുണ്ടോ, നോമ്പിന്നെങ്കിൽ നീ ഇങ്ങനെ പലക പറയല ഉണ്ടാണ്ട് തയ്ക്കുവണോ, അങ്ങനെ ചൊല്ലും. നീണ് ചൊല്ലും, നീ നിന്റെ അബ്ബ അങ്ങനെ ചൊല്ലണ്ട. നിന്റെ വന്നിട്ടൊരു ഗലാട്ടാക്കിയ ഒരാള് അടിപിടിയാക്കിയ ഗുസ്തിക വന്ന നീ ഒരേ പലക്കെ ചൊല്ലു, ഇന്നീ സ്വായിമൻ. അറബി ചൊല്ലുക തരില്ല, നീ ചൊല്ലു നക്ക് നോമ്പുണ്ട്, അത്ര ചൊല്ലു. നക്ക് നോമ്പില്ലേ, മദന ഗൊന്തില്ല, നക്കു നോമ്പുണ്ട്. തിരിച്ചു പോവാ. റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലതാണ്, നാവുക നോമ്പ് കൊടുക്കണു. ആര് നാവുക നോമ്പു? ഞങ്ങളെ ഭയത്തുകും തൊണ്ടക മാത്രം നോമ്പായിടേ, ഞങ്ങളെ നാവുക നോമ്പായിട്ടില്ലേ. എത്ര പലക്കമാ നോമ്പിലും നിങ്ങൾ പലക്ക പറയും. അല്ലാത്ത സന്ദർഭത്തിൽ പോലും പലക്ക കൊറടിയാക്കാനുണ്ടല്ലേ, പ്രത്യേകിച്ച് നോമ്പില്. ഇത് പള്ളിയിലാണെങ്കിൽ പോലും എന്റെ പളക്കമല്ലേ. വളരെ സദസ്സിൽ വന്നെങ്കിലും പള്ളിയുടെ സദസ്സ് പള്ളിക്ക് വന്ന് തെച്ചെങ്കിലും മൗലിദര മജ്ലിസിലാണെങ്കിൽ പോലും നിന്റെ പളക്ക നിപ്പാട്ടുക ആയോണ്ടില്ലേ. റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലി എത്ര പളക്കം കൊറടിയാക്കിടറ അത്ര നിങ്ങളെ ഖൽബുൽ ഈമാൻ നിറഞ്ഞു പോകും. എത്ര ഹറാമു നിങ്ങളെ ബായില് ബണ്ട അത്ര അല്ലാഹു തആല നിങ്ങളെ ഖൽബുൽ ഓരോരോ പുല്ലിരിങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടില്ലേ. സിഗരറ്റ് വലിക്കുന്ന ആൾമാർ കുന്തിക്കും അല്ലെ, സിഗരറ്റ് അല്ലേ ബ്രിസ്റ്റോൾ, അങ്ങനത്തെ ഒരുപാട് സൈസ് ഉണ്ടല്ലേ. അത് വലിക്കുന്ന അതിന്റെ പാക്കറ്റിൽ നിങ്ങൾ നോക്കിട്ടിക്കുവാറല്ലേ. ക്യാൻസർക്ക് വലിയ കാരണമാണ് ഇതിന്റെ. അപ്പൊ ക്യാൻസർ പിടിച്ചെങ്കില് ഹാർട്ടും അതിൽ ഒരു പിക്ചർ അതിൽ കാണാം അല്ലെ. ബ്രിസ്റ്റോളിന്റെ കവറില് വേറെന്തൊരു പേരുണ്ട്, കിങ് സ്മോൾ അങ്ങനല്ലേ ഇല്ലേ. അതിൽ ആ കവറിൽ കാണാം ഒരു കർത്തവ്യ ഹാർട്ട് പിക്ചർ അല്ലെ, അതിൽ കാണാം. അത് ബ്രിസ്റ്റോൾ വലിച്ചെങ്കിൽ മാത്രല്ല, അത് സിഗരറ്റ് കടിമപ്പെട്ടവനക്ക് മാത്രല്ല, ഞങ്ങളെ എല്ലാരെ കൽബിലും എല്ലാരെ കൽബും അങ്ങനെ കറുത്തു പോയിട്ടുണ്ടാവും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്താ കൽബ് കറുക്കുള്ള കാരണം? എത്ര കളവ് ചൊല്ലിടാമാ, എത്ര തപ്പാക്കിടാമാ. അപ്പ അല്ലാഹു തആല ഓരോരോ കറുത്ത പുല്ലിങ്ങലിങ്ങനെ ഞങ്ങളെ ഹൃദയത്തിൽ വെച്ചോണ്ട് വേണ്ട. അങ്ങനെ കളവ് നിറഞ്ഞിട്ട് നിങ്ങളെ കൽബാകെ കടുത്തു പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നിനക്കിന്റെ കരുണ കുറഞ്ഞു പോയേ,
നങ്കിന്റെ റഹ്മത്തില്ലാണ്ടായി പോയേ ഞങ്ങളെ കൽബിലോ ഈമാനോ കുറഞ്ഞു പോകില്ല. കാരണം ഞങ്ങളെ കൽബ് കറുത്തു പോയിട്ട് കടുപ്പമായി പോയിട്ട് അല്ലാഹു തആല ഞങ്ങളെ കൽബ് വിശാലമാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല ഞങ്ങളെ കൽബിനെ പ്രകാശിപ്പിച്ച് തരുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കില്ല മുഅ്മിനീങ്ങളെ, സമയം കുറെ നീണ്ടുപോയിട്ട് പ്രത്യേകിച്ചിട്ട് റമളാനിൽ സൂക്ഷിക്കണ എന്നാണിത് ചൊന്നതെല്ലാം. നാവാവട്ടു, കണ്ണാവട്ടു, കാതാവട്ടു, മൂക്കു, ബായ്, ശരീരത്തെ എല്ലാ അവയവങ്ങളെയും ഹറാമെടുത്തിട്ട് സൂക്ഷിക്കുക. അതാണ് നോമ്പ്. ആ നോമ്പ് നോക്കി ആള് മാറുകയാണ് റയ്യാൻ ചൊല്ലിയ സ്വർഗം. അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ട് ആ സ്വർഗത്തിൽ കടക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതോടുകൂടെ നിന്റെ പരിശുദ്ധ മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ എത്ര ഓതുക അത്ര ഖുർആൻ ഓതാ. ഇനി തരില്ലെങ്കിലും പരിശുദ്ധ ഖുർആൻ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ നോക്കാം. ഖുർആൻ എടുത്ത് പള്ളിയിൽ ഖുർആനില്ലേ, റസ്താന്റെ പള്ളിയിൽ ഖുർആനില്ലേ, ആ ഖുർആന്റെ ഓതുക തരില്ലെങ്കിലും വെറുതെ ഇങ്ങനെ തുറന്നു നോക്കുക. കാരണം ഖുർആൻ നോക്കിയെങ്കിൽ പോലും പ്രതിഫലം കിട്ടിയ അമലാണെന്ന് ഹബീബായ റസൂലുള്ളാഹ്. ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് അമലുണ്ടങ്ങത്തത്. ഉമ്മയുടെ മുഖത്ത് നോക്കിയെങ്കിലും വെറുതെ നോക്കി തെച്ചെങ്കിലും കൂലിയുണ്ട്. കഅബാലയത്തെ വെറുതെ നോക്കി തെച്ചെങ്കിലും കൂലിയുണ്ട്. അള്ളാഹുടെ പള്ളിയുടെ വെറുതെ നോക്കി തെച്ചെങ്കിലും കൂലിയുണ്ട്. ഖുർആന്റെ വെറുതെ ഇങ്ങനെ തുറന്നു വെച്ച് നോക്കിയെങ്കിലും കൂലിയുണ്ട്. ആലിമീങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കി തെച്ചെങ്കിലും കൂലിയുണ്ട്. ഇതെല്ലാം കൂലി കിട്ടിയ വെച്ച ഭാഗങ്ങളാണ്. അപ്പൊ ഖുർആൻ ഓതുക തരില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഖുർആൻ ഒന്ന് തുറന്നിട്ട് നോക്കാം. ഖുർആന്റെ മുത്ത ചുംബിക്ക ഇങ്ങനെ വെച്ചുപോടാം. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ഹബീബായ റസൂലുള്ളാഹി അത് ഓതിയ ആള് മാറുക ഷഫാഅത്തായിട്ട് നാല് ഖുർആൻ അല്ലാഹുടെ കോടതിക്ക് ഖിയാമത്ത് നാളിൽ കടന്നു ബറുചൊന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ വഴിപാട്ടി. ഖുർആൻ എത്ര ഓതുക അത്ര ഖുർആൻ ഓതാ. വിശുദ്ധ റമളാൻ, അതാണ് റമളാൻ ചൊല്ലത് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുകയുള്ളതാണ്. സാധാരണ ഞങ്ങൾ വിചാരിച്ചേ പഷ്ട്ര 10 ഭയങ്കര പള്ളിയിലാളല്ലേ, പഷ്ട്ര 10 തറാവീഗ് 8 സഫാൽ, രണ്ടാമത്തെ 10 4 ഗെത്തി, മൂന്നാമത്തെ 10 2 സഫ് ഗെത്തി. പിന്നെ പെരുന്നാള് മുന്നിൽ തണ്ട് എപ്പോഴത്തെ അത് കൈകൊണ്ടെണ്ണ അവിടെ 5 ആള് 6 ആള്. സത്യത്തിൽ റമളാന്റെ മഹത്വം ഫസ്റ്റല്ല. റമളാൻ ഫുള്ള് മഹത്വമുള്ളതാണ്. പക്ഷെ റമളാന്റെ മഹത്വങ്ങൾ വർദ്ധിക്കിടപ്പ. റമളാൻ യാറയാറാമ്പത്തുകാണ് 10 കഴിഞ്ഞിട്ട് 20 കഴിഞ്ഞിട്ട് 30 ആമ്പത്തുകാണ് റമളാന്റെ കൂലികൾ 20 കഴിയുമ്പത്തുകാണ് കൂടിയോണ്ട് പോണ്ടേ. അപ്പൊ ഞങ്ങളയോടെ ഞങ്ങളുടെ പള്ളിയുടെ വർത്ത് ഞങ്ങ പള്ളിയിൽ നിൽക്കിടപ്പ റമളാന്റെ ഫസ്റ്റ് 10. അങ്ങനല്ല, റമളാന്റെ അവസാനത്തെ 10 ഹബീബായ റസൂലുള്ളാഹി തങ്ങള് ഈത്തികാഫിന്റെ നിയ്യത്ത് വെച്ചിട്ട് പള്ളിയിൽ വെച്ചെങ്കിൽ പിന്നെ 10 നാളും പള്ളിയുടെ ഭർത്തായില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവസാനത്തെ 10 നാളും നിങ്ങൾക്ക് തറാവി നിസ്കാരമേ ഇല്ല. ഞങ്ങൾ അങ്ങനെയാ, നേരെ ഓപ്പോസിറ്റാണ്. റസൂലുള്ളാഹി തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ഞങ്ങളുള്ളേ. റസൂലുള്ളാഹി തങ്ങള് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചൊല്ലൊടു, അല്ലാഹുവിന്റെ റസൂൽ അവസാനത്തെ 10 കടന്നു വന്നെങ്കിൽ തന്റെ അറവുടുപ്പൊന്ന് മുറുക്കി കെട്ടറാ, തന്റെ മുണ്ടൊന്നു ഗട്ടിയാക്കി കെട്ടറാ. എന്ത് കാണങ്ങനെ കെട്ടറ മുഅ്മിനീങ്ങളെ. പിന്നെ 10 നാളും പള്ളിയിലാണ്, ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്, ഖുർആനാണ്, ദിക്റാണ്, തസ്ബീഹാണ്. അല്ലാഹുവിന്റെ റസൂല് ആവശ്യത്തകല്ലാണ്ട്, ശരീരത്തിലെ ആവശ്യങ്ങൾ അധിക്കുകല്ലാണ്ട് റസൂലുള്ളാഹി തങ്ങള് പല്ലിടെ പുറത്തിലിയലില്ല. അവസാനത്തെ 10 പള്ളിക്ക് കടക്കലില്ല. അങ്ങനെ ആവുക തീരാ. അവസാനത്തെ 10 പള്ളിക്ക് ബണ്ടത് യാറാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രത്യേകിച്ചിട്ട് നിന്റെ ഉമ്മമാരോട്ടേക്ക് ചൊല്ലുകല്ലേ, റമളാൻ തിന്നര തിങ്ങലാവുക തീരാ, ഇസ്രാഫാക്കട തിങ്ങലാവുക തീരാ. കാരണം ചൊമ്മ ഭക്ഷണ സാധനങ്ങൾ ഇസ്രാഫായി പോകേണ്ട വിശുദ്ധ റമളാനിലാണ് അല്ലെ. നോമ്പ് തുറക്കുക എന്തെല്ലാം വിഭവ വസ്തുക്കളാണ് നിങ്ങൾ ഉണ്ടാക്കണേ. 4-5 സൈസ് ജ്യൂസും കായ്ച്ചതും കായ്ക്കാത്തതും ഇടിടി വെക്കുന്നതും മുറിച്ചു വെക്കുന്നതും എന്തെല്ലാം ഐറ്റംസുകളാണ്. ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് ഉച്ചൽ പിന്നെ അതേ സ്വറ
നോമ്പ് തുറപ്പാട്ടറോ. പക്ഷേ ഇസ്രാഫായി പോണ്ടതുപോലെ അനാവശ്യമായി ചെലവായി പോണ്ടതുപോലെ ഒരിക്കലും ഉണ്ടാക്കുക തീരെ. മാത്രമല്ല അതോടുകൂടെ നിന്റെ പിർസത്തെ മുഅ്മിനീങ്ങളൊട്ടിಗೆ ബാലക്കാരൊട്ടിಗೆ രക്ഷിതാക്കളൊട്ടിಗೆ ആണിങ്ങളൊട്ടിಗೆ ചൊല്ലുകില്ലേ, ഒരു കാരണവശാലും ഭക്ഷണത്തെ ശപിക്കുക തീര. ഇത് വലിയ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് നാണ് തന്നോട്ടുള്ളേ. ഭക്ഷണ സാധനത്തെ കുടിക്കിടതാവട്ടോ തിന്നിടതാവട്ടോ ഒരു കാരണവശാലും അതിനെ ശപിക്കുക തീര. ശപിക്കുക തീരാച്ചെന്നെങ്കിൽ ചിലപ്പോ പന്തര കൊറടിയായിട്ടിക്കും, അല്ലെങ്കിൽ ഉപ്പിട്ടത് യാറായിട്ടിക്കും. എന്തെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അതിനെ ബാനാണ്ട് വെയ്ക്കണ്ടാണ്ട് വലിച്ചെറിയണ്ടാണ്ട് ഇനി മുടിയെ കിട്ടിത്ത് നീ കുടിക്കിടതലാവട്ടോ തിന്നിടതലാവട്ടോ ഒരു മുടിയുടെ സാധനം നിന്റെ പെഞ്ഞായിരം തലയുടെ മുടിയെ കിട്ടിത്ത് എന്നെങ്കിൽ ആ സമൂസത്തെ കൊണ്ടിട്ട് പുറത്തെറിയണ്ട, ആ ജ്യൂസിന്റെ ഗ്ലാസ്സിൽ കൊണ്ടിട്ട് എറിയണ്ട. എന്താ ഒരു മുടിയല്ലേ. റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും അങ്ങനെ കിട്ടിയ ചരിത്രമുണ്ടല്ലേ. ഇമ്രാൻ ഇബ്നു അഖ്തബ് ഉമർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹുടെ ഔത്തുക പോയപ്പ അല്ലാഹുവിന്റെ റസൂലുക്ക് കുടിക്കോ ഒരു ഗ്ലാസ് തന്നി കൊടുത്തു സ്വഹാബി. ആ കുടിക്കുക തന്നി കൊടുത്തപ്പ ആ ഗ്ലാസ്സിൽ ഒരു മുടിയാണ് കണ്ടത്. റസൂലുള്ളാഹി തങ്ങൾക്ക് മനസ്സിലായിട്ട് ഇത് അഖ്തബ് റളിയല്ലാഹു അൻഹുടെ തലയുടെ മുടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ ആ മുടിയെടുത്ത് ഇങ്ങനെ സൈഡ് വെച്ചിട്ട് ദുആറക്കട്, അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹു ആ മുടിക്ക് നീ ഭംഗി കൊടുക്കണോ അല്ലാഹ്. ഞങ്ങളെ പിന്നായിട്ട് മുടി കിട്ടി ഇങ്ങനെ ദുആറക്കുക. അവലെ മുടിയെല്ലാം താന്നു പോയിരുമേയാവത്തു. പിന്നെ ഈ മുടിയുടെ ഉപദ്രവം ഒന്ന് തീരത്ത് അല്ലേ. പിന്നാര റസൂലുള്ളാഹി തങ്ങളാ ഒരു സ്വഹാബിയുടെ ഔത്തുക പോയപ്പോ കിട്ടിയ മുടിയുടെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടെ, അല്ലാഹുമ്മ ജമ്മിൽഹു, ആ മുടിയിലെ നീന ആ മുടിക്ക് നീന ഭംഗി കൊടുക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. 93 വർഷകാലം ജീവിച്ച ഉമർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹു ആ 93 വർഷകാലം ജീവിച്ചിട്ടും ആ സ്വഹാബിയുടെ തലയുടെ മുടി നിറച്ചു പോയില്ല. തലയുടെ ഒരേ ഒരു മുടി ബെൽത്ത് പോയില്ല. 93 വർഷകാലം ജീവിച്ചിട്ടും അല്ലാഹുവിന്റെ റസൂല് ദുആടെ കാരണമായിട്ട് ആ സ്വഹാബി മരിക്കട സന്ദർഭത്തിലും തലയുടെ മുടി കറുപ്പാണ്. അത് റസൂലുള്ളാഹി തങ്ങളുടെ ദുആയുടെ ബർക്കത്താണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എന്തെങ്കിലും ഭക്ഷണ സാധനത്തില കുടിക്കിടതിൽ എന്തെങ്കിലും അപാകതകൾ വന്നു പോയെങ്കിൽ അത് ഞങ്ങളെ ഭാഗത്തിൽ ചെന്നിട്ട് എന്താക്കാം, ഒന്ന് പുറത്തപ്പെടാം. എന്നിട്ട് ദുആറക്കാം. അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.